ഹലോ അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, ഞങ്ങൾ ഇവിടെ എത്തി ദമാമിൽ ജുബൈലിൽ അറാംകോൻ്റെ ഉള്ളിൽ കയറി പെട്രോൾ എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ ലത്തീഫ് വായക്കാട് ചിക്കൻ കറി, ചിക്കൻ പൊരിച്ച അത് പൊരിച്ചാല ചിക്കൻ പൊരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നേപ്പാളി ഉണ്ട്, ഓൻ വണ്ടിക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ്, ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അറാംകോൻ്റെ സൈറ്റാണ്. അതിൻ്റെ പാർക്കിംഗ് കയറിയതാണ്. നാളെ ലോഡ് ഇറക്കുള്ളൂ. മതി ഒറ്റ നോട്ടം. വേറെ സാധനം കാണിച്ചരക്ക് നമ്മളെ നാട്ടിലത്തെ പരൽ മീനിനെ കാണിച്ചരാം. പരൽ ഈ പരൽ ആ പരലുണ്ട് ഇവിടെ. കണ്ട തുള്ളിനുണ്ടോ കാണുണ്ടോ? അതാണ് ഞാൻ ഒരു ഉദാഹരണം വെച്ചാൽ നാട്ടിൽ തുപ്പിയാൽ മതി. ഇവിടെ തുപ്പിയത് ഇവിടുത്തെ മീനുകൾ തുപ്പിയാൽ വരുമോ നോക്കുക. വന്ന് കൊണ്ടുപോയി. അത് കൊണ്ടുപോകണം വെട്ടി. അപ്പോൾ കണ്ടില്ല, നല്ല ചൂടാണ്. ചൂട് കുറവാണ്. ഒരു ഋതുവ മാതിരി ഇങ്ങനെ മറ്റേ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ചൂടിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് ഇതിപ്പോൾ. ആഗസ്റ്റ് പകുതിയായില്ലേ? ആഗസ്റ്റ് കഴിഞ്ഞ് അന്ന് 30 സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് പറ്റ ചൂട് കഴിഞ്ഞ് തണുപ്പ് വരൽ തുടങ്ങും. അപ്പോൾ മക്കത്ത് ജിദ്ദയിലൊക്കെ ഇപ്പോൾ 2 ദിവസം മുമ്പ് നല്ല മഴ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, തണുപ്പായി തുടങ്ങും. അപ്പോൾ ദമാമിലാണ് ഏറ്റവും വലിയ ചൂട് ലാസ്റ്റിക്ക് കുറയണ സ്ഥലം. ബാക്കി എല്ലായിടത്തും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ജിദ്ദയിലും പിന്നെ വലിയ തണുപ്പുണ്ടാവില്ല, എന്നാലും ചൂടിന് കുറച്ചൊരു സമാധാനം ഉണ്ടാവും. അവിടെ മറ്റുള്ള ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുകയാണ്. അതിനിങ്ങനെ പറയും, തിന്നാൻ നേരത്ത് മോശമല്ല, എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വീടിയാ എത്തിയ ഞാൻ എന്താക്കിൻ്റെ ഉള്ളിയ തക്കാളിയാ. അപ്പോൾ ഓക്കെ ബൈ. ഈ മറുപടി നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ അവിടെ തീ കത്തുന്നുണ്ടില്ല. പെട്രോള് മറ്റേ ക്രൂഡ് ഓയിലിൻ്റെ ബാക്കി വേസ്റ്റ് കത്തുകയാണ്. ഇവിടെ വണ്ടിൻ്റെ മറുപടി വന്നിട്ട് കാണാൻ ഉള്ളി പൊരിക്കാളിലേക്ക് ഇതിട്ടാ ഈ മറ്റേ നമ്മൾ ഓർഡർ ഇട്ടില്ല. ഓക്കെ, ഫുള്ള് പൊരിക്കുകയാണെങ്കിൽ പൊരിക്കുക, അല്ലെങ്കിൽ കറി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കറി ഉണ്ടാക്കാം. രാവിലെ എന്തെങ്കിലും കുബൂസിക്കോ അല്ലെങ്കിൽ ചോറ്റിക്കൊക്കെ അടിക്കാം. അപ്പോൾ ഓക്കെ ബൈ.